മാസങ്ങൾക്ക് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് ആർക്കും വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന ചില അമലുകൾ പറയുകയുണ്ടായി. ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടു. അത് കൃത്യമായി പതിവാക്കി പോരുന്ന നിരവധി ആളുകളുണ്ട്. ചില ആളുകളൊക്കെ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിൻ്റെയും മഹത്വങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്. ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്, സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബാക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ അത്ഭുതത്തോടു കൂടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, ഇനി ഞാൻ എന്നും സൂറത്തുൽ ഇഖ്ലാസ് ഇത്രയും തവണ പാരായണം ചെയ്യുന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ താഴെ കുറേ കമൻറ്റ് എഴുതിയതൊക്കെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ് നമുക്കൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ഇതിനൊക്കെ വലിയൊരു പരിഹാരമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന അതിവിശിഷ്ടമായ സൂറത്ത്. നമ്മളത് ഓതേണ്ട രൂപത്തിൽ ഓതുകയും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും ഗുണങ്ങളും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അത്രമേൽ വലിയതാണത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അതിൻ്റെ ചില അമലുകൾ കൂടെ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് കേട്ട് ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഖൈറിൻ്റെയും ബറക്കത്തിൻ്റെയും വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടാൻ ആ സൂറത്തുൽ ഇഖ്ലാസും മാത്രം മതിയാകുന്നതാണ്. അപ്പോൾ പലപ്പോഴും പലരും പറയും, ഉസ്താദ് എനിക്ക് ഒരുപാട് ഓതാനൊന്നും കഴിയുന്നില്ല, ഒരുപാട് ചൊല്ലാനൊന്നും കഴിയുന്നില്ല, പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന എന്തെങ്കിലും അമലുകളുണ്ടോയെന്ന്. അത്തരം ആളുകൾക്കൊക്കെ ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത്രമേൽ പവിത്രമേറിയതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. അങ്ങനെ ബുക്ക് ചെയ്ത് മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം. പലരും ബുക്ക് ചെയ്യാതെയും മറ്റൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കാനും കാണാനും അറിയാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് വളരെ പെട്ടെന്ന് ഓതാം. 1 മിനിറ്റ് അതിനാവശ്യമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞത്. ഈ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവന് വലിയ പ്രതിഫലം നൽകും എന്നുള്ളതാണ്. ആരെങ്കിലും പതിവായി ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ ഉന്നത സ്ഥാനത്തെത്തുകയും നിസ്കാരക്കാരനും നോമ്പുകാരനുമായിട്ട് അയാളെ രേഖപ്പെടുത്തുകയും ഖിയാമത്ത് നാളിൽ മലക്കുകൾ പറയും, ഇയാൾ നിൻ്റെ ഗുണങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ അള്ളാഹു പറയൂത്രേ, ഒരു മലക്കും ഒഴിഞ്ഞു നിൽക്കാതെ ഇയാളെ സ്വർഗത്തിലേക്ക് ഒരുക്കുകയെന്ന്. സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുന്നതിനെ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിലെത്തുന്ന സമയത്ത് അവന് ഉന്നതമായ സ്ഥാനത്തെത്തുകയും നോമ്പുകാരനും നിസ്കാരക്കാരനൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുന്നതിന് പുറമെ മലക്കുകൾ അള്ളാഹുവിനോട് അഭിമാനത്തോടു കൂടെ പറയും. സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിൻ്റെ ഗുണങ്ങളും മഹത്വങ്ങളൊക്കെ ആണല്ലോ. നിൻ്റെ ഗുണങ്ങളെയും മഹത്വങ്ങളെയൊക്കെ സർവ്വസമയത്തും വാഴ്ത്തി പറഞ്ഞവനായിരുന്നു ഇവൻ എന്ന് പറയും. അപ്പോൾ അള്ളാഹു ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവനെ സംബന്ധിച്ച് പറയും അത്രേ, നിങ്ങൾ ഒരാളും ഒഴിവില്ലാതെ മലക്കുകൾ എല്ലാവരും കൂടെ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് തയ്യാറാക്കുക, ഒരുക്കുക എന്ന് പറയും. എത്ര വലിയ ഗുണമാണെന്ന് നോക്കൂ. സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു കിട്ടിയാലുള്ള വലിയ നേട്ടങ്ങൾ. അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രത്യേകമായിട്ട് മലക്കുകൾ ഘോഷയാത്രയായിട്ട് അവനെ കൊണ്ടുപോകും. ഏതുപോലെ കൊണ്ടുപോകും? ഒരു മണവാളനെ, ഒരു പുതുമാരനെ മണവാട്ടിയുടെ വധൂഗ്രഹത്തിലേക്ക് ആനയിക്കുന്നത് പോലെ സന്തോഷത്തോടുകൂടെ സ്വർഗത്തിലേക്ക് ആനയിച്ച് കൊണ്ടുപോകും എന്നുള്ളതാണ്. അവിടെ വലിയ സ്ഥാനമാനങ്ങളൊക്കെ അവന് നൽകപ്പെടും എന്നുള്ളതൊക്കെ മഹത്തുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കുക, സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുക, അത് പറയുക, അതൊക്കെ വലിയ ഗുണമുള്ളതാണ്. ഈ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഓതിയിട്ടൊരു സ്വഹാബി വര്യനെ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഈ വിഷയം എത്തി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം എത്തിയ ഉടനെ തന്നെ എന്താണ് അതിൻ്റെ കാരണം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാരണം ചോദിച്ചു നോക്കിയപ്പോൾ കാരണമായിട്ട് പറയുന്നത്, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആ ഇഷ്ടം അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങളും പറയുക എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണെന്ന്. ആ ഇഷ്ടം നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകും, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കാരണമാകും. നമുക്കൊന്ന് മനസ്സറിഞ്ഞ് പറയാം, എനിക്കും സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണ്, ഞാനിതൊന്ന് ഓതുന്ന് പറയാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു പറയുമത്രേ, എൻ്റെ ഈ അടിമക്ക് പ്രതിഫലം എനിക്കല്ലാതെ ആർക്കാണ് നൽകാൻ സാധിക്കുക? ഞാൻ അവനെല്ലാം നിറവേറ്റി കൊടുക്കും. അതുകൊണ്ട് നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക, ഞാൻ നിന്നിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും എന്നുള്ളതാണ്. ഇനി നോക്കൂ, സൂറത്തുൽ ഇഖ്ലാസ് ഏതെങ്കിലും ഒരു മുഅ്മിൻ സത്യവിശ്വാസി അതെല്ലാ ദിവസവും 3 or 5 തവണ പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് അവൻ പാത്രമായി തീരുമെന്നുള്ളതാണ്. അള്ളാഹുവിനെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിച്ചവരെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചവരുടെ കൂട്ടത്തിൽ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടാനും കാരണമാകുന്നുള്ളതാണ്. അപ്പോൾ ഇന്നു മുതൽ പ്രിയമുള്ളവരെ സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും 20 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ 70,000 രക്തസാക്ഷികളുടെ കൂലി അവന് ലഭിക്കും. അയാളുടെ കുടുംബാംഗങ്ങൾക്കും സമ്പത്തിനും വീട്ടിനുമൊക്കെ വലിയ ബറക്കത്ത് ലഭിക്കും. പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഉസ്താദ് വീട്ടിലൊരു ബറക്കത്തില്ല, ജീവിതത്തിലൊരു സന്തോഷമില്ല, ജീവിതത്തിലൊരു സമാധാനമില്ല എന്നൊക്കെ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അതിനൊക്കെ പറ്റുന്നൊരു മരുന്ന് കൂടെയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സന്തോഷവും ബറക്കത്തും റാഹത്തൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 20 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക, 70,000 ഷഹീദിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്നുള്ളതാണ്. 30 തവണയാണ് പാരായണം ചെയ്യുന്നത് എങ്കിൽ 30,000 മന്ദിരങ്ങൾ അവന് സ്വർഗത്തിൽ ലഭിക്കും. 40 തവണയാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് എങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറ് സ്വർഗത്തിൽ ലഭിക്കും. മുത്തുനബി തങ്ങളുടെ ജിവാറ് സ്വർഗത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ അയൽപക്കക്കാരനായിട്ട് നമുക്കും ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. അതൊക്കെ വലിയ നേട്ടമാണ്. ഒരിക്കലൊരു സ്വഹാബി വരനോട് ചോദിക്കപ്പെടുന്നുണ്ട്, എന്താണ് ചോദിക്കൂ എന്ന് പറയുന്നുണ്ട്. എന്തും ചോദിക്കാം എന്നുള്ള അർത്ഥത്തിൽ ഇന്നത് ചോദിക്കുന്നല്ല, എന്തും ചോദിക്കാം. അപ്പോൾ ആ സ്വഹാബി വരൻ പറയുന്നത്, എനിക്ക് മുറാഫഖത്ത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുറാഫഖത്ത് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ മുത്തുനബി തങ്ങളോടുള്ള അടുപ്പം സ്വർഗത്തിലുണ്ടായിരിക്കുക എന്നുള്ളത് ആരും കൊതിക്കുന്നതാണ്. അതിനെന്താ ചെയ്യേണ്ടത്? 40 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഡെയിലി പാരായണം ചെയ്താൽ മതി. അതിന് വലിയ നേട്ടങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും 50 തവണയാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത്, 50 വർഷത്തെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും. 100 തവണയാണ് ആരെങ്കിലും പാരായണം ചെയ്യുന്നത്, 100 കൊല്ലത്തെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവന് ലഭിക്കും. 200 തവണ ഓതുകയാണെങ്കിൽ അയാൾ 100 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും. 400 തവണയാണ് ഓതുന്നതെങ്കിൽ 400 ഷഹീദിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും. 500 തവണയാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ കുടുംബത്തിനും മക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. 1000 തവണ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കടമകളും അവൻ പൂർത്തീകരിച്ച് വീട്ടുന്നവരായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്നുള്ളത് ചില തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അത് ഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന, അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ചവർക്ക് മാത്രം കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായിട്ട് പാരായണം ചെയ്യുക. ഭൗതികവും പാരത്രികവുമായ ഏതേതു സൗഭാഗ്യങ്ങളും ഇഖ്ലാസ് ഓതുന്നവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇമാം ദൈലമിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന റളിയല്ലാഹു അൻഹു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കാണാം, സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച ശേഷം അവിടെ തന്നെ ഇരുന്ന് 100 ഇഖ്ലാസ് ഓതുകയാണെങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ അവൻ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടവനായിട്ടാണ് എത്തിച്ചേരുക എന്നുള്ളത്. ഇങ്ങനെ തുടങ്ങി സൂറത്തുൽ ഇഖ്ലാസിൻ്റെ എത്രയോ മഹത്വങ്ങളുണ്ട് നമുക്കറിയാം. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട വളരെ സവിശേഷമേറിയൊരു അമലുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നൊരു അമലാണ്. അതങ്ങനെ ഒരാൾ ഓതുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൻ്റെ ജീവിതത്തിൽ വലിയ ഗുണങ്ങൾ അവന് നേടിയെടുക്കാൻ സാധിക്കും. ജീവിതകാലത്ത് നമ്മൾ ചെയ്ത
മരണപ്പെട്ടു പോയ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1,00,000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാന്നുള്ളത്. അത് സ്വർഗപ്രവേശനത്തിന്, നരകമോചനത്തിന് കാരണമാകും. അൽ അതാഖത്തുൽ കുബ്ര എന്നതിന് പേരുണ്ട്. വേറൊരു പേരും കൂടി ഉണ്ട്, നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അറിയാവുന്നവർ എഴുതി അറിയിക്കുക. അതേപോലെ 70,000 തഹ്ലീൽ ചൊല്ലുന്നുണ്ടല്ലോ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ. അതേപോലെ ചെയ്യാൻ പറ്റുന്നൊരു അമലാണ്. പല നാടുകളിലും ഇപ്പോഴും അത് ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സുഹൃതങ്ങളൊക്കെ ചെയ്ത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഈ കെട്ടകാലത്തും നമുക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നമ്മൾ വലിയ പ്രതിഫലങ്ങൾ, വലിയ ഗുണങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ആരെങ്കിലും ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ഇഖ്ലാസ് ഓതിയിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ അവർക്ക് നല്ല ഈമാൻ, ഉറച്ച ഈമാൻ ഉണ്ടാകും, പ്രാരാബ്ദങ്ങൾ കുറയും, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്ന ഒരു സൂറത്ത് കൂടെയാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.